ഡയബറ്റീസ് എന്നാൽ എന്താണെന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് ചോറ്, ചപ്പാത്തി, പഴം, മിഠായി എന്താണെങ്കിലും ആയിക്കോട്ടെ, ഇതെല്ലാം പഞ്ചസാരയാക്കി അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്കി മാറ്റി ശരീരം ഊർജമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഗ്ലൂക്കോസ് സെല്ലിനകത്ത് കടക്കണമെങ്കിൽ അതിനൊരു താക്കോൽ വേണം. ആ താക്കോലാണ് ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറയുന്നത് പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. ഡയബറ്റീസ് ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താക്കോല് ശരിയായി പ്രവർത്തിക്കില്ല. ചിലപ്പോൾ ആ താക്കോലേ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ ഗ്ലൂക്കോസിന് സെല്ലിനകത്തേക്ക് കടക്കാൻ പറ്റാതെ അത് രക്തത്തിൽ തന്നെ കെട്ടിക്കിടക്കും. അതിനാണ് ഹൈ ഷുഗർ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സെല്ല് ഒരു വീടായിട്ട് കണക്കാക്കുക. അതിലേക്കുള്ള അതിഥികൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, തുറക്കാനുള്ള താക്കോല് ഇൻസുലിൻ. ആ താക്കോലില്ലെങ്കിൽ അതിഥികൾക്ക് പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ, വീട്ടിനകത്തേക്ക് കിടക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ പുറത്ത് കടന്നാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരം പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാതെ രക്തത്തിൽ കൂട്ടം കെട്ടുന്നതാണ് ഡയബറ്റീസ്.